2026 മാർച്ച് 13 പഞ്ചാബിലെ ബർണാല ജില്ല. 66 വയസ്സുള്ള ഭൂഷൺ കുമാർ മിത്തൽ രാവിലെ മുതൽ പൊരിവെയിലത്ത് വരിയിൽ നിൽക്കുകയായിരുന്നു. ഒരു സിലിണ്ടറെ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വരിയുടെ നീളം കാരണം അതിന്റെ അവസാനം എവിടെയാണെന്ന് കാണാനുണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ പിന്നിട്ടു. കുറേ മണിക്കൂറുകളായി അദ്ദേഹം വരിയിൽ നിൽക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായത്. ഒരു വരിയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു വീഴുന്നു. വെറും ഒരൊറ്റ പാചകവാതക സിലിണ്ടറിന് വേണ്ടി. അതേ ദിവസം തന്നെ ഇൻസ്റ്റയിലും ട്വിറ്ററിലും ആയിരക്കണക്കിന് ആളുകൾ ഒരേ കാര്യം തന്നെ പറയാൻ തുടങ്ങി. എൻ്റെ സിലിണ്ടർ രാവിലെ 11:45 ബുക്കായി, ഉച്ചയ്ക്ക് 1:30 ഡെലിവറിയായി, ഒരു ക്ഷാമവുമില്ല. ഈ ട്വീറ്റുകളൊന്നും നോക്കൂ. എല്ലാ മെസ്സേജുകൾക്കും ഒരേ സമയം, ഒരേ ഡെലിവറി, ഒരേ സ്ക്രിപ്റ്റ്, എല്ലാം കോപ്പി പേസ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ LPG ക്ഷാമത്തിന്റെ പിന്നിലുള്ള വാസ്തവം പറയാം. രാജ്യത്ത് എത്ര പാചകവാതകം ആവശ്യമുണ്ടെന്നും എത്രത്തോളം കപ്പലിൽ വരുന്നുണ്ടെന്നും ഈ പ്രശ്നം എത്രത്തോളം നിലനിൽക്കുമെന്നും നമുക്ക് നോക്കാം. നമ്മൾ അറിയരുതെന്ന് സർക്കാർ ആഗ്രഹിക്കുന്ന എല്ലാ വിവരങ്ങളും ഇന്ന് പറയാം. ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 3.1 കോടി മെട്രിക് ടൺ LPG ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ 60% വരുന്നത് രാജ്യത്തിന്റെ പുറത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ 60%-ലെ 90% ഒരൊറ്റ വഴിയിലൂടെയാണ് വരുന്നത്. ഇറാന്റെയും ഒമാന്റെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ. ഈ പ്രതിസന്ധി ആരംഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി യുദ്ധം ആരംഭിച്ചപ്പോഴാണ്. അതിന് മറുപടിയായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു. അതോടെ ഇന്ത്യയുടെ പകുതിയിലധികം പാചകവാതകം വിതരണം സ്തംഭിച്ചു. സർക്കാർ ഈ പ്രതിസന്ധിയെ മറച്ചു പിടിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് നോട്ട് നിരോധനത്തിനും കൊറോണയ്ക്കും ശേഷം ജനം വരിയിൽ നിന്ന് കുഴഞ്ഞു വീണു മരിക്കുന്ന മൂന്നാമത്തെ സംഭവമാണിത്. അത്തരം നിരവധി വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്ന്, പൂനെയിൽ നിന്ന്, നോയിഡയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് എല്ലായിടത്തും നൂറുകണക്കിന് ആളുകൾ മണിക്കൂറുകളോളം ലൈനിൽ ക്യൂ നിൽക്കുകയാണ്. എല്ലാവർക്കും വേണ്ടത് ഒരൊറ്റ സിലിണ്ടറാണ്. ലക്നൌവിൽ നിന്നുള്ള ഈ വീഡിയോ വളരെ വൈറലായി. അതിലൊരാൾ ഹതാശനായി ഒരു പാചകവാതകം നിറച്ച് ട്രക്കിന് മുന്നിൽ പ്രതിഷേധിച്ചു കിടക്കുന്നു. മധ്യപ്രദേശിലും ഗുരുഗ്രാമിലും ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ക്രാഷായി. വാട്സാപ്പിൽ ബുക്ക് ചെയ്യാനാവുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ നേരിട്ട് ഗ്യാസ് ഏജൻസികളിൽ വരേണ്ടി വരുന്നത്. ക്യൂ നീണ്ടു പോവുകയാണ്. ഈ വരികളിൽ നിന്നുകൊണ്ടാണ് ജനം മരിച്ചു വീഴുന്നത്. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ 75-കാരനായ മുക്താർ അൻസാരി വരിയിൽ കാത്തുനിന്ന് കുഴഞ്ഞു വീണു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. വെറും ഒരു സിലിണ്ടറിന് വേണ്ടി ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റുകളുടെയും കാര്യം വളരെ പരിതാപകരമാണ്. ബാംഗ്ലൂരിലും മുംബൈയിലുമൊക്കെ 20-30% റെസ്റ്റോറന്റുകളും പൂട്ടി. സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി സൈറ്റുകളിലെ ഓർഡറുകൾ 50-60% കുറഞ്ഞു. അതുകൂടാതെ പാനിക്കായ ജനം കരിഞ്ചന്തയിലൂടെ സിലിണ്ടറുകൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. ഗാർഹിക സിലിണ്ടറുകൾക്ക് പൊതുവെ 900 രൂപയാണ് വില. എന്നാൽ ഡൽഹിയിലെ കരിഞ്ചന്തയിൽ അതിന് 2000 മുതൽ 3000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കമേഴ്സ്യൽ സിലിണ്ടറുകൾ 3000 മുതൽ 5000 വരെയാണ് വിൽക്കുന്നതെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ 6000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 6 മടങ്ങ് വർധന. മഹാരാഷ്ട്രയിലെ അവസ്ഥ ഇതിലും മോശമാണ്. അവിടെ പാചകവാത സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പോലീസ് സുരക്ഷ നൽകേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ. പശ്ചിമ ഡെറാഡൂണിലെ വസന്ത വിഹാറിൽ ജനം ഒരു ട്രക്ക് നിർത്തിച്ച് അതിൽ നിന്ന് ഗ്യാസ് കുറ്റികൾ മോഷ്ടിച്ചെടുത്തു. ഉത്തർപ്രദേശിലെ മഹാരാജ് ഗഞ്ചിൽ ജനം ഗ്യാസ് ഏജൻസികളിൽ നിന്ന് 76ഓളം സിലിണ്ടറുകൾ മോഷ്ടിച്ചു. പാർലമെന്റിലെ ക്യാന്റീനിൽ ചായയും കാപ്പിയും ഒന്നും കാണുന്നില്ലെന്ന് കോൺഗ്രസ് MP പറയുന്നു. ചായ കോഫി മാങ്ങി तो नहीं मिला. क्यों नहीं मिला? कॉफी या चाय संसद के कैंटीन में और आप बोलते हैं पैनिक नहीं है. എന്നിട്ട് ഇതേ പാർലമെന്റിൽ സർക്കാർ പറയുന്നു പാചകവാതകത്തിന്റെ യാതൊരു കുറവുമില്ലെന്ന്. 2026 മാർച്ച് 12 പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ പറഞ്ഞത് ഗാർഹിക പാചകവാതക വിതരണം പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. യാതൊരു ക്ഷാമവുമില്ലെന്നും ഇതെല്ലാം ജനം പാനിക്കായി വാങ്ങുന്നതിന്റെയും പൂഴ്ത്തിവെക്കലിന്റെയും ഭാഗമായി സംഭവിക്കുന്നതാണെന്നുമാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ക്ഷാമമുണ്ടെന്ന് ഭയം പടർത്തുന്നവർ രാജ്യത്തിന് വലിയ നഷ്ടമാണ് വരുത്തുന്നത്. कुछ लोग हैं जो पैनिक क्रिएट करने का प्रयास कर रहे हैं कि ऐसा करके पूरे देश का भी बड़ा नुकसान कर रहे हैं. മാർച്ച് 7 ഗാർഹിക സിലിണ്ടറുകളുടെ വില സർക്കാർ 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. കമേഴ്സ്യൽ സിലിണ്ടറുകളുടേത് 115 രൂപയുമാക്കി വർദ്ധിപ്പിച്ചു. സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ലെങ്കിൽ എന്തിനാണ് വില കൂട്ടിയത്? മാർച്ച് 8 സർക്കാർ പാചകവാതക നിയന്ത്രണ ഉത്തരവ് കൊണ്ടുവന്നു. റിഫൈനറികളോട് പരമാവധി പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ 5 ദിവസത്തിനുള്ളിൽ 28% പ്രൊഡക്ഷൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പുതിയ രാജ്യങ്ങളിൽ നിന്ന് അടിയന്തിരമായി പാചകവാതകം കൊണ്ടുവന്നു. ക്ഷാമമില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം എന്തിനാണ് ഈ ചെയ്യുന്നത്?
മാർച്ച് 9 നാച്ചുറൽ ഗ്യാസ് നിയന്ത്രണ ഉത്തരവും നിലവിൽ വന്നു. കമേഴ്സ്യൽ പാചകവാതക വിതരണത്തിൽ 20% ക്യാപ്പ് ചുമത്തി. അതായത് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും അവരുടെ ആവശ്യത്തിന്റെ 20% മാത്രമേ ലഭ്യമാകൂ. ഇതൊന്നും കൂടാതെ നഗരങ്ങളിൽ സിലിണ്ടർ ബുക്കിംഗ് ഇടവേള 25 ദിവസമായി വർദ്ധിപ്പിച്ചു. ഗ്രാമങ്ങളിൽ അത് 45 ദിവസമാക്കി. ഇതൊന്നും ക്ഷാമമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റേഷനിങ് സംവിധാനം? ബയോമാസും മണ്ണെണ്ണയും കൽക്കരിയും ഒക്കെ ഉപയോഗിക്കാൻ റെസ്റ്റോറന്റുകൾക്ക് സംസ്ഥാന പരിസ്ഥിതി നിയന്ത്രണ കൺട്രോൾ ബോർഡുകൾ നിലവിൽ 1 മാസത്തേക്ക് സാവകാശം കൊടുത്തു. മാർച്ച് 14 മുതൽ PNGക്കാരെ LPG ബുക്ക് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു. ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണം കൂട്ടുകാരെ ഇറാൻ യുദ്ധമല്ല, മറിച്ച് മോദി സർക്കാരിന്റെ മണ്ടത്തരമാണ്. ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ആർക്കും ജനുവരി മുതൽ മനസ്സിലായ ഒരു കാര്യം, ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുമെന്ന കാര്യം. അഥവാ ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അവർ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന കാര്യവും അറിയാമായിരുന്നു. അത് മനസ്സിലാക്കാൻ ജോത്സ്യമൊന്നും അറിയേണ്ട കാര്യമില്ല. അന്നു മുതൽ പാചകവാതക വിതരണം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ എടുക്കാമായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് LPG ഇറക്കുമതി ചെയ്ത് വെക്കാമായിരുന്നു. അതിനു പകരം സർക്കാർ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. യുദ്ധത്തിന് തൊട്ടു മുമ്പും മോദി ഇസ്രായേലിൽ പോയിരുന്നു, നെതന്യാഹുവിനെ കണ്ടിരുന്നു. അപ്പോഴെങ്കിലും അദ്ദേഹത്തിന് യുദ്ധം വരുമെന്ന് ഊഹിക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഡിയർ ഫ്രണ്ട് നെതന്യാഹു എന്തെങ്കിലും ഒരു സൂചന നൽകി കാണില്ലേ? പക്ഷെ എന്നിട്ടും ഇന്ത്യ നടപടിയൊന്നും എടുത്തില്ല. ആക്രമണം നടന്നപ്പോഴെങ്കിലും ഇന്ത്യ ഇറാന്റെ സുഹൃത്താണെന്നൊരു നിഷ്പക്ഷ നിലപാടെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ചൈനയുടെ കപ്പലുകളെ ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടുന്ന പോലെ നമ്മുടെ കപ്പലുകളെയും കടത്തിവിടുമായിരുന്നു. ഇതെല്ലാം ചെയ്യാൻ പരാജയപ്പെടുക മാത്രമല്ല, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ബാക്കപ്പ് പ്ലാൻ പോലും മോദി സർക്കാർ ഉണ്ടാക്കിയില്ല. അതൊക്കെ മറന്നേക്കൂ, കുറഞ്ഞത് ആ ഹോർമൂസ് കടലിടക്ക് അടച്ചു കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഒരു നടപടി എടുക്കാമായിരുന്നല്ലോ. അതും ചെയ്തില്ല. നടപടിയെടുക്കാൻ ഒരാഴ്ച സർക്കാർ കാത്തിരുന്നു. നടപടി എടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക, രാജ്യത്തെ ജനങ്ങളോട് പാചകവാതക ക്ഷാമമില്ലെന്ന് നുണ പറയുക. അല്ല, നിങ്ങൾ സത്യം പറയൂ, ഇത്തരത്തിൽ നുണ പറഞ്ഞാൽ ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം കൂടുമോ അതോ കുറയുമോ? വാസ്തവം പറഞ്ഞാൽ രാജ്യത്തൊരു ദീർഘദൃഷ്ടിയുള്ള നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ വർഷങ്ങൾക്ക് മുൻപേ തീരുമാനമെടുക്കുമായിരുന്നു. ഉജ്ജ്വല യോജനയിലൂടെ രാജ്യത്ത് LPG കണക്ഷനുകൾ വർദ്ധിപ്പിക്കുകയും പാചകവാതകത്തിന്റെ ആവശ്യമേറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ വിതരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ രാജ്യത്തെ 33 കോടി ജനങ്ങളുടെ വീടുകളിലേക്കുള്ള പാചകവാതകം വരുന്നതും നോക്കി 33 കിലോമീറ്റർ വീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിച്ച് കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. പാചകവാതക ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കണമായിരുന്നു. രാജ്യത്ത് സ്ട്രാറ്റജിക് റിസർവ് ഉണ്ടാക്കേണ്ടതായിരുന്നു. പക്ഷെ ഇതിലെ ഗൗരവതരമായ മറ്റൊരു കാര്യം, ഇന്ത്യയുടെ പക്കൽ സ്ട്രാറ്റജിക് റിസർവ് ഇല്ല എന്നതാണ്. മംഗളൂരിലും വിശാഖപട്ടണത്തും ചില അണ്ടർഗ്രൗണ്ട് ഗുഹകൾ ഉണ്ടെങ്കിലും അത് ശേഖരണത്തിനുള്ളതല്ല, മറിച്ച് പാചകവാതകത്തിന്റെ വിതരണത്തിന്റെ ഒഴുക്ക് നിലനിർത്താനുള്ള ഒരു ചെറിയ സംവിധാനം മാത്രം. അതിന്റെ ആകെ ക്ഷമത 1.4 ലക്ഷം ടണ്ണാണ്. അത് രാജ്യത്തെ ജനങ്ങൾക്ക് 2 ദിവസം ഉപയോഗിക്കാനുള്ള പാചകവാതകത്തിന്റെ അളവ് മാത്രമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, 144 കോടി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് വെറും 48 മണിക്കൂറിലേക്കുള്ള പാചകവാതകമേ സ്റ്റോക്കുള്ളൂ. മൊത്തം വിതരണ ശൃംഖല പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 18 ദിവസത്തേക്കുള്ള പാചകവാതകമുണ്ട്. അതുകൂടാതെ മറ്റൊന്നും നമുക്കില്ല. ഇന്ധനം അപ്പപ്പോൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. വിതരണം നിന്നപ്പോൾ കരുതൽ ശേഖരം വട്ടപൂജ്യം. സർക്കാർ LPG ബഫറുകൾ ഉണ്ടാക്കണമായിരുന്നു, മറ്റു സ്രോതസ്സുകൾ റെഡിയാക്കി വെക്കണമായിരുന്നു. പക്ഷെ അവരെന്താണ് ചെയ്തത്? നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളിൽ പോയി നേതാക്കന്മാരോടൊപ്പം ഹിഹി എന്ന് ഇളിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കോടിക്കണക്കിന് ആളുകളാണ് അതിന് വില കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നുണ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ സത്യത്തെ അടിച്ചമർത്തുകയാണ്. മാർച്ച് 12 അസാം പോലീസ് ഔദ്യോഗികമായി ട്വീറ്റ് ചെയ്ത് പറഞ്ഞത്, ആരെങ്കിലും LPG ക്ഷാമത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരത്തിയാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ്. ഇവർ വിചാരിക്കുന്നത് ക്ഷാമത്തെക്കുറിച്ച് സംസാരിക്കുന്ന നിർത്തിയാൽ ക്ഷാമമില്ലാതാകുമെന്നാണ്. ഇത് കോവിഡ് ടെസ്റ്റിംഗിന്റെ സമയത്ത് ഉണ്ടായതുപോലെയാണ്. കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് നിർത്തിയാൽ കോവിഡ് കേസുകൾ കുറയുമെന്ന് പറഞ്ഞതുപോലെ. സാധാരണക്കാരോടുള്ള എന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം, ഈ പ്രതിസന്ധി എപ്പോൾ തീരും, അടുത്ത സിലിണ്ടർ എപ്പോൾ ലഭിക്കുമെന്നതാണ്. അതിന്റെ ഉത്തരം 3 സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. 1, വെടിനിർത്തൽ എത്രയും വേഗം സംഭവിക്കണം. അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു. ഇനി ഭാവിയിൽ അക്രമങ്ങൾ ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പാണ് ആവശ്യം. ട്രംപ് പറയുന്നത് യുദ്ധം വേഗം അവസാനിക്കുമെന്നാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർച്ച് 9 തിരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പുതിയ നേതാവ് മുജ്തബ ഖമനയി തന്റെ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ പട്ടാള ബേസുകൾ പൂർണ്ണമായി പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ്. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് മറ്റു വിതരണ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങണം. അമേരിക്ക, നോർവേ, റഷ്യ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യ അടിയന്തര വിതരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നന്ദാദേവി, ശിവാലിക് എന്നീ കപ്പലുകൾ 92,700 ടൺ പാചകവാതകവുമായി ഇന്ത്യൻ തീരത്തെത്തിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ നല്ല വാർത്തയാണെന്ന് തോന്നുമെങ്കിലും മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യക്ക് പ്രതിവർഷം 3 കോടി മെട്രിക് ടൺ
പാചകവാതകം ആവശ്യമുണ്ട്. ഈ കപ്പലിലുള്ളത് വെറും ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതാണ്. ഇനി മൂന്നാമത്തെ സാഹചര്യം, വെടിനിർത്തൽ ഇല്ലാതെ തന്നെ ഹോർമൂസ് കടലിടുക്ക് അങ്ങ് തുറക്കണം. ട്രംപ് പറയുന്നു കടലിടുക്ക് തുറന്നിരിക്കുമെന്ന്. ഇറാൻ പറയുന്നു 1 ലിറ്റർ എണ്ണ പോലും ഇതിലൂടെ കടത്തിവിടില്ലെന്ന്. ഇറാൻ അവിടെയെല്ലാം മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യം അത്ര പെട്ടെന്നൊന്നും ശരിയാവുമെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. നാലാമതൊരു സാഹചര്യം കൂടിയുണ്ട്. യുദ്ധം തുറന്നാലും ഇന്ത്യക്കുള്ള ഗ്യാസ് വിതരണം എങ്ങനെയെങ്കിലും നടക്കും. ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ ഇറാൻ സമ്മതം നൽകിയാൽ മതി. ഇതേക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ അത്ര തന്നെ നുണകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൊടിയുള്ള കപ്പലുകളെ കടത്തിവിടാൻ സമ്മതിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരുപോലെ സ്വീകാര്യമായൊരു കരാർ ലഭിച്ചിട്ടില്ല. ഓരോ കപ്പലും കടന്നു പോകുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കായതിനാൽ ഇന്ത്യയുടെ ഓരോ കപ്പലും കടന്നു പോകുമ്പോൾ ഓരോ തവണയും വില പേശേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യക്ക്. കാര്യം ലളിതമാണ്. യുദ്ധം അവസാനിക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല, ഗ്യാസും വരില്ല. ഇതിന്റെ ഒരു യഥാർത്ഥ കണക്കനുസരിച്ച് ഇനിയും 4-5 ആഴ്ചകൾ കുറഞ്ഞത് ഇത് തുടരും. ഇനി ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് പ്രാക്ടിക്കലായി എന്താ ചെയ്യാൻ പറ്റുക? അതിലേക്ക് സഹായകരമായ ചില കാര്യങ്ങൾ പറയാം. 1, ഇൻഡക്ഷൻ കുക്കർ. LPG പ്രതിസന്ധി വന്നതോടെ ഇൻഡക്ഷൻ കുക്കറിന്റെ വിൽപ്പനയിൽ 2 ദിവസം കൊണ്ട് 30 ഇരട്ടിയാണ് വർധനവ്. നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി സ്ഥിരതയുള്ളതാണെങ്കിൽ ഇതൊരു നല്ല ബാക്കപ്പ് ആണ്. നല്ലൊരു ഇൻഡക്ഷൻ സ്റ്റവിന് 2000 മുതൽ 3000 രൂപ വരെ ചെലവ് വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പരന്ന പാത്രങ്ങൾ മാത്രമേ ഇൻഡക്ഷൻ പാചകത്തിന് ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി വന്നും പോയും ഇരിക്കുന്ന ഒന്നാണെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റവ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. 2, നിങ്ങളുടെ പ്രദേശത്ത് PNG അഥവാ പൈപ്പ് നാച്ചുറൽ ഗ്യാസ് ഉണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ചെയ്യണം. PNG പൈപ്പ് ലൈനിലൂടെയാണ് വരുന്നത്. അത് ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നില്ല. നിങ്ങളുടെ നഗരത്തിലെ ഗ്യാസ് വിതരണ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ഇക്കാര്യം പരിശോധിക്കാം. 3, സിലിണ്ടറുകൾ കരിഞ്ചന്തയിൽ വിൽക്കുന്നത് കണ്ട ഉടനെ പോയി പരാതിപ്പെടണം. അവശ്യ ഉൽപ്പന്ന ചട്ടപ്രകാരം ഇതൊരു ക്രിമിനൽ കുറ്റകൃത്യമാണ്. ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ 1800114000 ഇതാണ് നമ്പർ. ഇതിൽ പരാതിപ്പെടാം. ഇതൊന്നും കൂടാതെ ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകാം. 4-മത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ് എന്താന്ന് വെച്ചാൽ, പാനിക്കായി സിലിണ്ടറുകൾ വാങ്ങിക്കൂട്ടരുത്. നിങ്ങൾ സിലിണ്ടറുകൾ ഹോൾഡ് ചെയ്താൽ ക്ഷാമം രൂക്ഷമാകും. ആവശ്യമില്ലാതെ ഒരു സിലിണ്ടർ പോലും കയ്യിൽ വെക്കരുത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, എല്ലാ പരിഹാരങ്ങളും താൽക്കാലികമാണ്. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ളവർക്ക് റൂറൽ ഏരിയകളിൽ വൈദ്യുതിയെ വിശ്വസിക്കാനാവില്ല. ഇൻഡക്ഷൻ പ്രവർത്തിക്കില്ല. റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ജനം വീണ്ടും മണ്ണിന്റെ അടുപ്പുകളിലേക്കും വിറകടുപ്പുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അതാണ് ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ദുരന്തം. ഒരുപാട് കാലത്തെ ദുരിതങ്ങൾക്ക് ശേഷം പുകയുടെയും കരിയുടെയും ലോകത്ത് നിന്ന് ഈ സ്ത്രീകളൊക്കെ ഒന്ന് പുറത്തു വന്നിട്ടേ ഉള്ളൂ. അവരുടെ വീട്ടിൽ ആദ്യമായി ഗ്യാസ് വന്നപ്പോൾ അവർ കരുതിയത് തങ്ങളുടെ മക്കൾക്ക് ഇനി പുക തിന്നാതെ കഴിയാമെന്നാണ്. ഇന്നവൾ വീണ്ടും ആ പഴയ മണ്ണിന്റെ അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ വിലയാണ് ഈ സ്ത്രീകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഗ്യാസ് തീർന്നു പോയത് കൊണ്ടല്ല. ഈ സാഹചര്യങ്ങളെ മറികടക്കേണ്ടവർ, അതിന് ഉത്തരവാദപ്പെട്ടവർ ഉറങ്ങുകയായിരുന്നു. ഭൂഷൺ കുമാറിനെ രക്ഷിക്കാമായിരുന്ന അതേ തയ്യാറെടുപ്പ്. 66 വയസ്സുള്ള ഒരു മനുഷ്യൻ പൊരിവെയിലത്ത് ഒരു കുറ്റി ഗ്യാസ് സിലിണ്ടറിന് വേണ്ടിയാണ് മരിച്ചുപോയത്. ഇത് ധ്രുവിന്റെ LPG ഗ്യാസ് ക്ഷാമത്തെക്കുറിച്ചുള്ള വീഡിയോയുടെ മലയാളം പരിഭാഷയാണ്. എനിക്ക് പറയാനുള്ള കാര്യം, കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകം മറ്റൊരു സാഹചര്യം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ, BJP യെ ഒരു സാഹചര്യവശാലും വോട്ട് ചെയ്യാതിരിക്കുക, ജയിപ്പിക്കാതിരിക്കുക.